ഒന്നുള്ളതെന്ന് ഭൂരിദേവൻ നീ എന്നെ കൊന്ന ഞാനും ചാവും നീയും ചാവും. പ്രതിചക്രവർത്തി കാര്യം മനസ്സിലായി. ഇത് പറഞ്ഞു നിന്നെ കൊല്ലുന്നില്ല, മര്യാദയ്ക്ക് ഞങ്ങൾ കൃഷി ചെയ്താൽ വിഭവം നടന്നു. ഭൂമിദേവ് സമ്മതിച്ചു. അങ്ങനെയാണ് ഭൂമിദേവിക്ക് പൃഥ്വിരാജാവിൽ നിന്നാണ് പൃഥ്വിന്ന് ഭൂമിദേവിക്ക് ഒരു പര്യാവതം ഉണ്ടായത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പണ്ഡിറ്റ് ജവഹർലാലിനോട് ഏൽപ്പിച്ചത് ശ്രീമൻ നാരായണൻ എന്ന പ്രസിദ്ധമായ ഒരു പണ്ഡിതനെയാണ്. അദ്ദേഹം മറ്റ് ശാസ്ത്രത്തിലും പണ്ഡിതനാണ്, എക്കണോമിക്സിലും പണ്ഡിതനാണ്, ഹിന്ദുമത ഗ്രന്ഥങ്ങളിലും വളരെ പണ്ഡിതനാണ്. അപ്പോൾ കൃഷി മുഖ്യമായി അവതരിപ്പിക്കുന്ന ഈ പഞ്ചവത്സര പദ്ധതി പണ്ട് പൃഥ്വിരാജാവ് ഭാഗവതത്തിൽ ചെയ്തതുപോലെയാണ് എന്ന് മന്നാരായണൻ പറഞ്ഞു. അപ്പോൾ നെഹ്റു ചോദിച്ചു, എന്ത് മന്നാരായണൻ പറയുന്നത്, ഇത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നെഹ്റുവിന് ഈശ്വരവിശ്വാസമൊന്നുമില്ല, അഗ്നോസ്റ്റിക്കാണ്, ഭാഗവതമൊന്നും വായിച്ചിട്ടില്ല. ഉണ്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു, അങ്ങനെ അതിനെപ്പറ്റി പ്രസംഗിച്ച് എൻ്റെ സമയം ഞാൻ തന്നിരിക്കുന്നതാണ്. എന്നിട്ട് നെഹ്റു ഉടനെ നോട്ട്ബുക്ക് എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഇന്ത്യൻ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പ്രസംഗം ഭാഗവതത്തിലെ പ്രതിചക്രവർത്തി ചരിത്രമാണ് ശ്രീമന്നാരായണ പ്രസംഗം. നെഹ്റു വായിക്കാറിയ പാർലമെന്ററി പേപ്പേഴ്സ് നല്ല രസമാണ്. രണ്ടാമത്തത് ഭരതരാജാവാണ്. GDP വർദ്ധിപ്പിച്ചു, പെർ ക്യാപിറ്റലിനെ വർദ്ധിപ്പിച്ചു, രാജ്യത്തെ സമ്പൽ സമർത്ഥമാക്കി മാറ്റി. മൂന്നാമത് ശ്രീരാമനാണ്. ശ്രീരാമൻ അയോധ്യ ഭരിക്കാൻ വന്നു. അപ്പോൾ ശ്രീരാമനാണ് ലോകത്തിൽ ആദ്യമായി മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തത്. അതുവരെ രാജാവ് ഓരോന്ന് പറയും, എല്ലാവരും കേട്ടാണ്. ശ്രീരാമൻ അമാത്യന്മാർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. 8 സിവിൽ മിനിസ്റ്റേഴ്സും 2 വസിഷ്ഠ ഉൾപ്പെടെ 2 പ്രീസ്ലി മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരോട് ജഡ്ജ് ചെയ്യണം, ഒരു കരം കൂട്ടണമെന്ന് പറയും. ശ്രീരാമൻ ചോദിച്ചു, കരം കുറവാണ്. ആദ്യം കുറവാണ് സാർ, അപ്പുറത്ത് ഇത്രതായത് ഇങ്ങനെയാണ്. ശ്രീരാമൻ ജനങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറയും. ശ്രീരാമൻ ജനങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അയ്യോ പൊന്നു സാറേ, കരം കൊടുത്ത് മുടിഞ്ഞിട്ട് ഞങ്ങൾ കൃഷി ചെയ്യാതായിട്ട് കാലം കുറയായി, പട്ടിണിയാണ് സാറല്ലോ. അതിനാണ് അച്ഛൻ പോയി ദേവാസം യുദ്ധം നടത്തി കരം കൂട്ടി ഞങ്ങളുടെ ദാരിദ്ര്യത്തിലായി എന്ന് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ഒരു ഉത്തരവ് പാസാക്കി. ആകെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 20% ഇൻകം ടാക്സ്. നിങ്ങൾക്ക് കൃഷി ചെയ്ത് 100 കുളം നെല്ല് കിട്ടിയാൽ 20 കുളം നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 കുളം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അതേ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് 200 കുളം നെല്ലുണ്ടാക്കിയാൽ 40 കുളം നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 160 കുളം നെല്ല് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഉത്തരവിട്ടപ്പോൾ ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി. ഇതാണ് ഒരു ബലാത്സംഗ കഥയെ നമ്മൾ കേൾക്കുന്ന ഒരു കഥ. സംസ്കൃതത്തിൽ കഥ പറയുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗം, ദ്വയാർത്ഥ കഥ പറയും. അപ്പോൾ ഗൗതമന്റെ ഭാര്യ അഹല്യയെ ചമിച്ച് പാറയാക്കിയെന്നും ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് കാലുകൊണ്ട് തൊട്ടപ്പോൾ അഹല്യ വീണ്ടും സ്ത്രീയായിരുന്നാണ് കഥ. എന്താണ് ഈ അഹല്യ? അഹല്യ എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതു മറിക്കാത്ത ഭൂമിയാണ് അഹല്യ. ഉഴുതു മറിക്കാത്ത ഭൂമി അഹല്യ. ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, പശു നോവാക്കുന്നത്. അങ്ങനെയാണ് ഗോ പശു ആവുന്നത്. ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. ഭൂമിയുടെ ഉടമസ്ഥനായ ഗൗതമൻ കൃഷി ചെയ്യാത്തതിനാൽ ഭൂമി അഹല്യയായി കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ ദേവേന്ദ്രൻ മഴയുടെ ദേവനാണ്. ആ ദേവേന്ദ്രൻ മഴ കിട്ടിയൊക്കെ പോയി നോക്കി, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ശ്രീരാമൻ തന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ നാടിനെ മാറ്റിമറിച്ചപ്പോൾ ജനങ്ങൾ ഭൂമി ഉഴുതു മറിച്ച് അഹല്യ, അയോധ്യയിലെ ഭൂമി സുന്ദരമായ കാർഷിക ഭൂമിയായി മാറി. ഇതാണ് ഒറിജിനൽ കഥ. അതിനെ വിജ്ഞാന പ്രദേശത്ത് പറഞ്ഞു വന്ന് ഒരു ബലാത്സംഗ കഥയായി മാറ്റി. പക്ഷേ കേരളത്തിൽ 400 വർഷത്തിന് മുമ്പ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചുണ്ടാക്കി. ചിത്രരാമായണത്തിൽ ശ്രീരാമൻ പാറയിൽ ചവിട്ടുന്നില്ല. കാരണം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ. ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോഴും പാറയിൽ ചവിട്ടാൻ പാടില്ല. അതൊക്കെ ശ്രീരാമൻ വലത്തെ കാലത്ത് പൊക്കി ഇടത്തെ കൈകൊണ്ട് അടിയിൽ തട്ടി ഏതാനും മണൽത്തരി പാറയിലേക്ക് വീഴുകയും അതിൽ നിന്ന് സ്ത്രീ പുറത്തു വരുന്നതായിട്ടാണ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം. 1000 ചിത്രങ്ങളിലൂടെ രാമായണം വരച്ച് കാണിച്ചിരിക്കാൻ. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1000 രൂപയ്ക്ക് ചിത്രരാമായണം വായിക്കാം. അപ്പോൾ സ്ത്രീകൾ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടിരുന്നു കേരളത്തിൽ എന്നുള്ളൊരു സൂചന കൂടിയാണ് അമ്പലപ്പുഴയിലെ ചിത്രരാമായണം. ഇതാണ് മലയാള സിനിമയിൽ നമ്മൾ പാടുന്നത്. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിന് കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടലെ കല്ല് മോഹിനിയായി. അഗ്രികൾച്ചർ പോളിസിയിലൂടെ അയോധ്യയെ സമ്പൽ സമൃദ്ധമാക്കി ശ്രീരാമൻ. പിന്നെ യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ യുദ്ധം കഴിഞ്ഞ് രാജാവായിട്ട് ഭരിക്കാൻ തുടങ്ങി. 1-2 മാസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിസിറ്റ് ചെയ്യാൻ പോകും. ഇവൻ ഡൽഹിയിൽ നിന്നൊന്ന് പറഞ്ഞാൽ
അങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റുമോ? ഭഗവകൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണ, നീ ഡൽഹിയിൽ നിന്ന് ലോകം മുഴുവൻ ഭരിക്കാൻ പറ്റിയല്ല. നീ ഒരു കാര്യം ചെയ്യണം. നീ എല്ലാ ഗ്രാമത്തിലെയും ജനങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശമുള്ള വോട്ട് ചെയ്യണം. പഞ്ചവാടന്മാർ രാജ്യം ഭരിക്കുന്നുണ്ട് 5 പേരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കാം. അവരാ ഗ്രാമം ഭരിക്കും. അവരുടെ കയ്യിൽ നിൽക്കാത്തവരുടെ വെള്ളപ്പൊക്കമോ ഭൂമിക്കൊക്കെ ഉണ്ടായി നീ പോയി സഹായിക്കണം, ഇല്ലെങ്കിൽ അവർ സ്വയം ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഇലക്ഷൻ നടത്തി എല്ലാ ഗ്രാമത്തിലും പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം പഞ്ചവാടന്മാർ 5 പേരുകളിൽ തിരഞ്ഞെടുത്തു. അവർ ഗ്രാമങ്ങൾ ഭരിച്ചു. അവരെ സംസ്കൃതത്തിൽ വിളിച്ച പേരാണ് പഞ്ചായത്ത്, 5 റൂളേഴ്സ്. പഞ്ചായത്ത് എന്ന വാക്കാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഉത്ഭവം മഹാഭാരതത്തിലാണ്. അല്ലാതെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് നഗരപാലിക ആക്ട് പാസ്സായപ്പോൾ പഞ്ചായത്ത് നിലവിലൊന്നും ഇത്തരം പറഞ്ഞത്. മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ്റെ ഭരണം ഇതുപോലൊരു സംരക്ഷണ ഭരണമായിരുന്നു. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കഥയെടുക്കും. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഭരണാധികാരിയായിട്ട് വന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയുമായിട്ട് ഒരു ബന്ധവുമില്ല. ശ്രീകൃഷ്ണൻ അവിടുത്തെ രാജാവല്ല, കിരീടം വെച്ചിട്ടില്ല. കാരണം ദ്വാരക എന്ന് പറയുന്ന പണ്ടത്തെ കുശസ്ഥലി എന്നൊരു സ്ഥലമാണ്. അവിടെ രാജാവ് ദേവൻ എന്ന രാജാവാണ്. അയാൾക്ക് 3 ആൺമക്കളും 1 മകളുണ്ട്. മകളുടെ പേരാണ് രേവതി. ഈ രേവതി ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? ദേവന്റെ പോയി ബ്രഹ്മാവിനോട് ചോദിച്ചു. നമ്മളൊക്കെ മാരേജ് ബ്രോക്കറെടുത്ത് പോകും, ഇയാൾ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മ പറഞ്ഞു, വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് ചേട്ടനെ കല്യാണം കഴിക്കാൻ. അങ്ങനെ രേവതിയെ ബലരാമനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോൾ രാജ്യത്തെ 4 ഭാഗത്ത് അതിൽ ഒരു ഭാഗം രേവതിക്ക് സ്ത്രീധനം കൊടുത്തു. രേവതിക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലമാണ് ദ്വാരക. അവിടെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും യാതൊരു കാര്യമില്ല. ഭഗവാൻ കൃഷ്ണൻ കിരീടം വച്ചില്ല, രാജാവായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു ഇലക്ടഡ് പാർലമെന്റിനെ ഉണ്ടാക്കിയത്. എല്ലാ പ്രായപൂർത്തിയായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. വോട്ട് ചെയ്തിട്ട് 36 അംഗങ്ങളുള്ള ഒരു പാർലമെന്റിനെ സ്ഥാപിച്ചെടുത്തു. ആ പാർലമെന്റിന് ഭാഗവത്തിൽ വിളിക്കുന്ന പേരാണ് ദാസാഹി. ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുത്ത അസംബ്ലി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രീസിലെ ഏതൻസിൽ 2500 വർഷത്തിൽ കൊണ്ട് ജനാധിപത്യം ഉണ്ടായിരുന്ന ശുദ്ധ വിവേകത പഠിപ്പിക്കാറുണ്ട്. ഏതൻസിൽ 10% ആൾക്ക് വോട്ടം ഉണ്ടായിരുന്നു. 10% ആളുകളുടെ സെലക്ട് ചെയ്തൊരു ബോഡിയാണ്. ഇതാ സാർവലൗകികമായ ഇലക്ട്രേറ്റിനെ കൊണ്ട് വോട്ട് ചെയ്തിട്ട് ലോകത്തിൽ ആദ്യത്തെ ഇലക്ടഡ് പാർലമെന്റ് കൊണ്ടുവരുന്നത് ഭഗവാനാണ്. ഈ ദാസാഹി മീറ്റിംഗ് കൊണ്ടുവന്ന് ഭഗവാൻ പോയെന്നിരിക്കും, ചർച്ചയെ കേൾക്കും. ഇതിലാവും ഭഗവാൻ പറയും. ആ 3ാമത്തെ പറഞ്ഞ് വളരെ കറക്റ്റായിട്ടോ, അതങ്ങനെ ഉറപ്പാകാം. ചർച്ച അദ്ദേഹം കേൾക്കി. ലോകത്തിൽ ആദ്യമായി മദ്യം നിരോധിച്ചത് ദ്വാരകയിലാണ്. ആ ചർച്ച ഭാഗവതത്തിൻ്റെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ മദ്യം നിരോധിക്കാനുള്ള ചർച്ച. പക്ഷേ നടപ്പാക്കുന്നത് ദ്വാരക പരാജയപ്പെട്ടു. അതാണ് കള്ളുടിയുമായി തമ്മിലടിച്ച് ദ്വാരക നശിച്ചു. അപ്പോൾ ഓരോ ഭരണക്രമത്തെ പറ്റി നമുക്ക് മോഡലാണ്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യരുത്. മിടുക്കനാരാണ് അയാൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ജനാധിപത്യ ചിന്താഗതിയുള്ള ആളാണ്, അവനെ വോട്ട് ചെയ്യാവും. അപ്പോൾ രാജ്യം ഭരിക്കണം, ഭാഗവത പുസ്തകങ്ങൾ പഠിക്കാം. 5ാമത്തത് മരണഭയം മാറണം. ലോകത്തിലെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു കസിൻസ് ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറാണ്. 5 അടി പൊക്കമുള്ള 140 കിലോ ഭാരമാണ്. നീളവും വീതി ഏകദേശം സെയിമാണ്. പലരും ചെയ്തുകൊണ്ട് ഒരു രക്ഷയില്ല. അവസാനം കൂടെ പ്രതി എൻ്റെ പ്രൊഫസർമാരെന്ന് വിളിച്ച് പറഞ്ഞു, സാറിനത് ഇടപെടരുത്, ഞങ്ങളൊരു കളി കളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കസിൻ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഡോക്ടർ ഭയങ്കരമാണ്. ഡോക്ടർ 60 ദിവസം കൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. ഡോക്ടർ വിൽപ്പത്ര കൊണ്ടുവരിക. എന്താണ് എൻ്റെ രോഗം? ഈ പൊന്നു ഡോക്ടറെ ചോദിക്കില്ല, ഞങ്ങൾക്ക് ഡോക്ടർ പറയാനൊന്നും ഭയങ്കര മടിയാണ്. അപ്പം ഇത്രയും എടുക്കണായ 3 ഡോക്ടറെ ഒന്നിച്ച് അതിൽ 2 മാസം മരിച്ചത് ഈ സ്ഥിതിക്ക് ഞങ്ങൾ ഒപ്രാളമായി. പിന്നെ വെച്ചിട്ടില്ല, ആരെയും എത്തിയില്ല. 1 മാസം കഴിഞ്ഞ് 140 കിലോയുള്ള സ്ത്രീ 100 കിലോ ആയി. 2 മാസം തീരാറായപ്പോൾ തന്നെ സ്ത്രീ നല്ല കുറ്റി പോലെ 70 കിലോ ആയി. മരണമയം വന്നപ്പോഴേ ആള് റെഡിയായി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളൊരു കളി കളിച്ചതാണ്, ഡോക്ടർക്ക് ഒരു രോഗമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഭയങ്കരമാരെ എന്നെ കഷ്ടപ്പെടുത്തിക്കളഞ്ഞു ഈ സ്ത്രീ എന്ന് പറഞ്ഞു. ഈ മരണഭയം അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് ഉണ്ടായത്? പരിശുദ്ധ രാജാവ് വേട്ടയാടാൻ പോയി ദാഹിച്ചു. ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. ശമീക മുനിയുടെ ആശ്രമത്തിൽ വെള്ളം ചോദിച്ചു. അയങ്ങാട്ട് രാവിലെ ചത്ത വാമനത്തെ കൈകളിൽ പോയി കണ്ടുകൊണ്ടുവന്ന സൗമിക പുത്രൻ, രാജാവേ നീ 7 ദിവസം
തക്ഷകൻ കടിച്ച് ചാവണം. രാജാവ് മർമ്മഭയം ഓടിച്ചിരുന്നു. അപ്പോൾ ശിരോമണി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീമദ് ഭാഗവതം. 7 ദിവസം ഭാഗവതം കഴിഞ്ഞപ്പോൾ തക്ഷകനോ തരട്ടാ അടിക്കട്ടാ എനിക്കൊരു പേടിയില്ല, പഞ്ചത്തിന് പേടിയും മാറി. അപ്പോൾ ജനമേജൻ സർപ്പസഭ നടത്തി. ആ സർപ്പസഭ ഒരുപാട് സർപ്പങ്ങൾ മരിച്ചു. അതിനിടയ്ക്ക് ജനമേജയന് മർമ്മഭയം ഉണ്ടായി. ജനമേജയൻ്റെ മർമ്മഭയം മാറ്റാൻ വേദവ്യാസം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി ഭാഗവതം. അത് കഴിഞ്ഞപ്പോൾ യാഗസദസ്സിലേക്ക് മുനി കയറി വന്നു. ആസ്തിക മുനി കയറി വന്നു. ആസ്തികൻ പറഞ്ഞു വിജയമാണ്. ആരാണ് ഈ ആസ്തികൻ? ഈ തക്ഷകൻ്റെ സഹോദരി മാനസ ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു. ആ മാനസക്കണ്ടായ മോനാണ് ഈ ആസ്തികൻ. അമ്മാവൻ്റെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആസ്തികൻ വരുന്നത്. പക്ഷെ ബ്രാഹ്മണനായത് ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ യാഗം നിർത്തി കഴിഞ്ഞപ്പോൾ വൈഷ്ണവൻ പറഞ്ഞു, എൻ്റെ ഗുരു വേദവ്യാസൻ എന്തെഴുതുന്നു കേൾക്കണോ? അങ്ങനെ മഹാഭാരത കഥ ആ സപ്തത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഈ സപ്തസത്തിൽ പോയിട്ടുണ്ട്, നൈമിശാരണത്തിൽ പോയിട്ടുണ്ട്, ഉത്തരേന്ത്യയിൽ പോയി ഹിന്ദുക്കൾ എല്ലാ കുഞ്ഞുകുഞ്ഞു ഞാൻ പോയിട്ടുണ്ട്, ത്രിവേണിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന് 3 ഗ്രന്ഥങ്ങൾ കിട്ടി. പരിശുദ്ധ മർമ്മഭയം മാറ്റാൻ ശ്രീമദ് ഭാഗവതം, ജനമേജയൻ്റെ മർമ്മഭയം മാറ്റാൻ ദേവി ഭാഗവതം, പിന്നെ ആ ഭൂമിയിൽ വെച്ച് മഹത്തായ മഹാഭാരതം, ഗ്രേറ്റസ്റ്റ് ബുക്ക് ഓഫ് ഓൾ, ആ യാഗഭൂമിയിൽ വെച്ച് പറയുകയാണ്. 3 പുണ്യഗ്രന്ഥങ്ങൾ ലോകത്തിന് കിട്ടി. അപ്പോൾ ഈ മരണഭയം മാറ്റിയെടുക്കുന്നത് ഭാഗവതത്തിൻ്റെയും ദേവി ഭാഗവതത്തിൻ്റെയും പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ ഈ 7 ദിവസത്തെ ജ്ഞാനയജ്ഞം കേട്ടാൽ പിന്നെ ഈ കേൾക്കുന്ന ആർക്കും മരണഭയം ഉണ്ടാകാൻ പാടില്ല. ഷേക്സ്പിയർ യൂലിസിസ് നാടകത്തിൽ പറയുന്ന പ്രസിദ്ധമായ വാചകമാണ്, സീയിങ് ദ ഡെത്ത് നെസസറി ആൻഡ് വിൽ കം വെൻ ഇറ്റ് വിൽ കം. അത് ഈ ഒരാഴ്ചയും ഉണ്ടാവും. പിന്നെ മരണത്തെ ഭയപ്പെടാൻ പാടില്ല. 6ാമതായി ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്താൽ മോക്ഷം കിട്ടുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മോക്ഷം കിട്ടാൻ പല മാർഗമാണ്. 1ാമത്തെ മാർഗം പുണ്യം കൂടുതൽ ചെയ്യാം. ഈ ജന്മം കഴിയുമ്പോൾ മോക്ഷം കിട്ടും, ഭഗവാനെ ജയിക്കാം. ഫസ്റ്റ് മെത്തേഡ്. 2ാമത്തെ മെത്തേഡ് ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. അത് നമ്മൾ ചെറുപ്പത്തിൽ നല്ല പ്രശ്നമായിരുന്നു, പിന്നെ അങ്ങ് പഠിച്ചുപോയി. അവസാനം യമൻ്റെ ദൂതൻ വന്ന് നിൽക്കുന്നുണ്ടപ്പോൾ പെട്ടെന്ന് മോനെ വിളിച്ചു. ഇയാൾ നല്ലവനായിരുന്ന കാലത്താണ് ഈ മോൻ ജനിച്ചത്. നാരായണൻ എന്ന പേരിട്ടത്. മോനെ വിളിച്ചു, നാരായണെന്ന് വിളിച്ചു. ഇത് കേട്ടോണ്ട് ഭഗവാന്റെ പാർശ്വന്മാർ വന്ന് അജാമളനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോയി. ഭാഗവതത്തിൽ കഥയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ഉറക്കം കൊണ്ട് കത്തിച്ച് രാമ 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 പായമാന്ന് പറഞ്ഞാൽ മോക്ഷം ഉണ്ടാവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാഹര അങ്ങനെ പറയാമെന്നില്ല, മോക്ഷം കിട്ടും. ഗുരുവായൂരപ്പൻ്റെ സ്തോത്രം ചൊല്ലിയാൽ മോക്ഷം കിട്ടും. സഹസ്രനാമം ചൊല്ലിയാൽ ശിവസഹസ്രാമോ വിഷ്ണു സഹസ്രാമോ ലളിത സഹസ്രാമം ചൊല്ലിയാൽ ഭഗവതിയുടെ പേരാണ് ഈ 1000 മോക്ഷം ഉറപ്പാണ്. ഇതാണ് മോക്ഷം കിട്ടുന്ന 2ാമത്തെ മെത്തേഡ്. 3ാമത്തെ മെത്തേഡ് ഈ നമുക്ക് മോക്ഷം കിട്ടാനായി നമ്മൾ തടയുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന് പൂർവ്വജന്മ പാപം. പൂർവ്വജന്മ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. 2 പൂർവികരുടെ പാപം. നമ്മളപ്പനോ വല്യപ്പനോ ഓരോരും തല്ലിക്കൊല്ലോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ വീതം കിട്ടുന്ന പോലെ ആ പാപവും കൂടെ വീതം നമ്മളായി കിട്ടണം. അപ്പോൾ അത് പരിഹരിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മഭാവം, ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മഭാവം, ഇത് ഓരോന്നും പരിഹരിക്കാൻ ഹിന്ദുമതത്തിൽ ക്ഷേത്രങ്ങളുണ്ട്. തെക്കേ ഇന്ത്യയിൽ മാത്രം 48 പരിഹാര ക്ഷേത്രങ്ങളുണ്ട്. പരിഹാര ക്ഷേത്രം, അതിനെപ്പറ്റി തൃശ്ശൂരിൽ നിന്നൊരു രവീന്ദ്ര മേനോൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ പരിഹാര ക്ഷേത്രം ഉഗ്രമുഖാണ്. അദ്ദേഹം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ പൂർവ്വജന്മ പാപമാണോ ഏത് ക്ഷേത്രത്തിൽ പോകണം, ഏത് പൂജ ചെയ്യണം? പൂർവികരുടെ പാപമാണോ ഏത് ക്ഷേത്രത്തിൽ പോകണം? നമ്മുടെ ക്രമമാണോ ഏത് ക്ഷേത്രത്തിൽ പോകണം? അതാത് ക്ഷേത്രങ്ങളിൽ പോയി ആ പൂജ ചെയ്താൽ, പരിഹാരം ചെയ്താൽ ആ പാപം മാറി നമുക്ക് മോക്ഷം കിട്ടും. 4ാമത് പുനർജന്മത്തിലൂടെ മോക്ഷമാണ്. ഒരു ജന്മം കഴിഞ്ഞു, അവിടുത്തെ പാപം നമ്മൾ തിരിച്ച് പുനർജന്മം പ്രാപിച്ചു. ആ പുനർജന്മത്തിൽ
പുണ്യം സർപ്ലസ് ചെയ്താൽ രക്ഷപ്പെടും. അപ്പോൾ പൂർവ്വജന്മം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നാഡീ ജ്യോത്സ്യം പോയി നോക്കിയെങ്കിലേ പറ്റുള്ളൂ. നാഡീ ജ്യോത്സ്യം. അപ്പോൾ ഞാൻ നമ്മുടെ പ്രസിദ്ധമായ ഭൃഗുമുനിയുടെ ജ്യോത്സ്യഗ്രന്ഥം നോക്കാനായിട്ട് എറണാകുളത്തിനടുത്തുള്ള ചന്ദ്രൂർ ശ്രീധരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പുസ്തകം തുറന്നു നോക്കി എന്നിട്ട് പറഞ്ഞു, അങ്ങ് പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. രണ്ട് മന്ത്രിമാർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ അവസാനം ഒരു മന്ത്രി രാജാവ് വധിച്ചു. ആ രണ്ടാമത്തെ മന്ത്രി, ആ മന്ത്രിയുടെ പുനർജന്മമാണ് അങ്ങേ കൊന്ന് അച്ചൻകോവിലകത്ത് അപ്പുറത്താണ് മറ്റേ സംബന്ധമാണ്. അച്ചൻകോവിലകത്ത് ഇങ്ങേക്കടിയിൽ അങ്ങ് ജനിച്ചിരിക്കുകയാണ്. കോണഭൂമി എന്ന സ്ഥലത്ത് അങ്ങ് ജനിക്കും. കോണം, തുമ്പ, ഭൂമി, മണ്ണ്. തുമ്പം എന്ന സ്ഥലത്താണ് അങ്ങ് ജനിക്കാൻ പോകുന്നത്. അങ്ങ് ജനിക്കുന്ന സ്ഥലം നവഗ്രഹേ, നവം പുത്തൻ ഗ്രഹം വീട്, പുത്തൻ വീടുന്ന വീട്ടിലാണ് അങ്ങ് ജനിക്കാൻ പോകുന്നത്. അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പോൾ അവിടെ കൗശികമുനി വള്ളത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇരുട്ട് പരക്കാൻ തുടങ്ങാണ്. തോമസ്, സംസ്കൃതത്തിൽ ഇരുട്ട് തോമസ് പരക്കാൻ. തോമസ് ആണ് അങ്ങയുടെ അച്ഛൻ്റെ പേരെന്നുള്ളത്. ചക്രവാളത്തുള്ള സരസമായ കാഴ്ചകളുണ്ട്. സരസ സാറാമ എന്നാണ് സാറിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേരുള്ളത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് സാറാമ. ഈ സമയത്ത് കൗശികമുനിയുടെ മൂക്കിനകത്ത് രണ്ട് സുഗന്ധങ്ങളുടെ മണമാണ്. യാക്കൂബിയും മാരിയം. യാക്കൂബും ജേക്കബ് എന്നാണ് സാറിന് അപ്പൻ്റെ പേര്. മാരിയം മറിയാം എന്നാണ് സാറിന് അമ്മയുടെ പേര്. പിന്നെ സാറ് സോമക, ത്രേസക, ജോസക എന്ന മുറയ്ക്ക് ജനിക്കും. ഞാൻ ഫ്ലാറ്റായി ഇത്തരം പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് വെരിഫൈ നോക്കി. അമ്പലപ്പുഴ രാജ കൊട്ടാരത്തിൽ 25 വർഷത്തിൽ ഇങ്ങനെ തർക്കമുണ്ടായത് ഒരു മന്ത്രിയെ കുളത്തി മുക്കി കൊണ്ടിട്ട് ഞാൻ വായിച്ചപ്പോഴാണ് അയാളുടെ ജന്മമെന്ന് എനിക്ക് പിടിക്കും. അപ്പോൾ ഇവിടെ സാറ് ജനിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ജന്മത്തിൽ വീണ്ടും ഈ രാമേന്ദ്രൻ, സാറ് ജോലി ചെയ്ത രാമേന്ദ്രൻ ഉണ്ടല്ലോ, ആ രാമേന്ദ്രൻ വീണ്ടും കേരളം ഭരിക്കും. അന്നേരം സാർ അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് പോകും. ഇത്തവണ വഴക്കൊന്നുണ്ടാക്കിയിട്ട് മര്യാദ നിൽക്കണമെന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് ഈ രാമേന്ദ്രൻ കേരളത്തിലെ ഗവർണറായി. 86 ഞാൻ അദ്ദേഹത്തിൻ്റെ ADC മന്ത്രിയായിട്ട് അവിടെ പോയി. 10 മാസം കഴിഞ്ഞ അക്ഷരം ഈ മനുഷ്യൻ എന്തെല്ലോ മുഴുവൻ അക്ഷരം ഉണ്ടെന്നില്ല. 10 മാസം കഴിഞ്ഞപ്പോൾ ഗവർണറിനെ വിളിച്ച് പറഞ്ഞ് നായനാരനെ വിളിച്ച് കോട്ടയം എക്സ്പ്രസ് പോസ്റ്റ് ചെയ്തു. അങ്ങ് മരിക്കുമ്പോൾ അങ്ങനൊരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകി അച്ചൻകോവിലാക്കി ചാടി ചത്തുകളഞ്ഞു. ആ സ്ത്രീ അങ്ങയുടെ ഭാര്യയാവാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ് അങ്ങ് കൊല്ലരാജ്യത്ത് നിന്ന് പ്രകാശത്തിന് പര്യായമുള്ള ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഞാനിതങ്ങ് മറന്നുപോയി. അപ്പോൾ ഇവർ പറഞ്ഞു രാജ്യം ഭരിക്കുന്ന പരീക്ഷ തോന്നും. നമ്മൾ അദ്ദേഹം ഏത് പരീക്ഷ, നമ്മൾ IAS പരീക്ഷ എഴുതിയോ? നമ്മളില്ല, എഴുതണം. എഴുതിയാൽ പല കീഴിലുള്ള ജോലി കിട്ടുന്നു, IPS കിട്ടുന്നു. അങ്ങനെ കല്യാണം IPS കഴിഞ്ഞിട്ട് വന്നത് അമ്മയോട് വിളിച്ചോ കല്യാണം കഴിക്കണ്ടേ? നമ്മൾ അമ്മ ഏതൊക്കെ പെണ്ണിനെ കണ്ടുപിടിച്ചോ ഞാൻ കഴിക്കുള്ളതാണ്. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ച കുട്ടിയായിരുന്നു. അത്ര മാത്രം വന്നു. അവസാനം അമ്മ തപ്പിപ്പോയി കൊല്ലത്തേരുന്ന BAക്ക് MAക്ക് റാങ്ക് വാങ്ങിച്ചൊരു മുൻകുട്ടി കണ്ടുപിടിച്ചോളൂ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് എലിസബത്ത് എന്നാണ് എന്നോട് വന്ന പേര്. ഞാൻ വീട്ടിൽ നമ്മൾ മനസ്സിലാവുന്ന ഭാര്യയുടെ വീട്ടിലിരുന്നത് പ്രഭ പ്രകാശത്തിൻ്റെ പര്യായം. അപ്പോൾ ഞാൻ ഓർത്ത് പണ്ട് ശ്രീധരൻ പറഞ്ഞത് കൊല്ലരാജ്യത്ത് നിന്ന് പ്രകാശത്തിന് പര്യായം പെൺകുട്ടി കല്യാണം ചെയ്തത്. കൊല്ലം പട്ടണത്തിൽ പോയി പ്രഭേദം നാമോടെ പെണ്ണെ ഞാൻ കല്യാണം കഴിച്ചു. പൂർവ്വജന്മത്തിലെ കാമുകിയെ എന്തൊരു കല്യാണം അറിയാം. അപ്പോൾ ഈ പൂർവ്വജന്മത്തിലെ ശാപമാണെങ്കിൽ അതിൻ്റെ ശാപം പരിഹരിക്കണം. പൂർവികളുടെ പാപമാണെങ്കിൽ അതിന് പരിഹാരമാണ്. ഓരോ പരിഹാരമായിട്ട് മോക്ഷം പ്രാപ്തമാണ്. 5ാമതായി കഷ്ടതകളിലൂടെ നമുക്ക് മോക്ഷം തരും. നമ്മളൊരു പൂർവ്വജന്മത്തിൽ ഒഴിവാക്കണം ജീവിതത്തിൽ അറിയാമോ? കുറച്ച് കഷ്ടപ്പാട് വരും. ആ കഷ്ടപ്പാടങ്ങ് സഹിക്കണം. സഹിച്ചാൽ ആ പൂർവ്വജന്മത്തിലെ പാപം ന്യൂട്രലൈസ് ചെയ്തു ഈ ജന്മം കൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കാം. മേൽപ്പുത്തു നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പൻ മുമ്പിൽ കിടന്നു 11,000 ശ്ലോകമുള്ള ഭാഗവതത്തെ 1000 ശ്ലോകമുള്ള നാരായണീയം എന്ന അതിഗംഭീരമായ പുസ്തകത്തിൽ സമാധിച്ചത് 86 വയസ്സായി. ഒരു വയറുവേദന. വിളിച്ചു ഭഗവാനെ എന്ന് വിളിച്ചു. ഗുരുവായൂരപ്പൻ വന്നു. എന്താ മേൽപ്പുത്ത് പറയാം? എൻ്റെ ഭഗവാൻ എനിക്കൊരു വയറുവേദന ഒന്ന് മാറ്റി തരണം. ഭഗവാൻ തിരിച്ചിട്ട് പറഞ്ഞു,
മാറ്റാൻ മേൽപ്പത്തൂർ നിങ്ങൾ ക്ഷമിച്ച് കുറച്ചാൾ നിങ്ങൾ സഹിക്കാൻ മതി. ഒരാഴ്ച കഴിയുമ്പോൾ അതിലും ഭയങ്കര വയറുവേദന. ഈ മേൽപ്പത്തൂർ പറയുന്നത് കേട്ടാൽ അറിയാം, പെപ്റ്റിക് അൾസറാണ് രോഗം. സമയത്ത് ആഹാരം കഴിക്കാൻ ജോലി ചെയ്യുന്നവർക്കുള്ള രോഗമാണ്. ഇപ്പം നല്ല എളുപ്പമാണ് ഉപയോഗിക്കാൻ, ഒരു ചെറിയ ഗുളി കഴിച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു, എൻ്റെ ഭഗവാനെ ഞാൻ ഇവിടെ നാരായണി എഴുതി എന്തെല്ലാം അങ്ങനെ കഴിച്ചത്, അങ്ങനെ ചെറിയ വയറുവേദന മാറ്റി തരത്തില്ല ഭഗവാനെ. ഭഗവാൻ പറഞ്ഞ് മാറ്റത്തില്ല. ഞാൻ പറഞ്ഞു മേൽപ്പത്തൂരെ, ഞാൻ മാറ്റിത്തരാമെന്നല്ലേ പറഞ്ഞേ, നീ ക്ഷമിക്കാനല്ലേ പറഞ്ഞേ. ഇത്രയും പറഞ്ഞു കേട്ട് ഭഗവാൻ അപ്പുറത്തെ മേൽപ്പത്തൂരിന് ഭയങ്കര ദേഷ്യമാണ്. മേൽപ്പത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങി അവിടെ 150 മീറ്റർ വന്നാൽ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടോ, അവിടെ വന്നു കാളിയമ്മ എന്ന് വിളിച്ചു. ഭദ്രകാളി വന്നു, എന്താ മേൽപ്പത്തൂരെ, എൻ്റെ കാളയമ്മ എനിക്കൊരു വയറുവേദന മാറ്റി തരണം. കാളിയമ്മ വെച്ച്, നീ ഗുരുവായൂരപ്പൻ്റെ ആളല്ലേ, അവിടെ പറഞ്ഞില്ലേ, അവിടെ പറഞ്ഞിട്ട് ഭഗവാൻ സഹായിക്കുന്നില്ല. കാളിയമ്മ സുപ്രസാദിയല്ലേ, കാളിയമ്മ ഇത്രയും ചെറിയ കാര്യമാണ്, നീ അങ്ങ് പോകോ, എൻ്റെ വയറുവേദന മാറിയിരിക്കുന്നത്. വയറുവേദന മാറി. മേൽപ്പത്തൂർ ഭയങ്കര അഹങ്കാരമായി. കാളിയമ്മ വയറുവേദന മാറ്റിടുന്നു, പൊടി തിരിച്ചു വന്നു. വൈകിട്ട് 6 മണിക്ക് വിളക്കത്തിക്കുമ്പോഴാണ് ഈ ഭഗവാൻ വരുന്നത്. വിളക്കത്തിച്ച് എന്താ മേൽപ്പത്തൂരെ മുഖത്തിന് വലിയ സന്തോഷം, എൻ്റെ ഭഗവാനെ ഒരു വയറുവേദന മാറ്റിത്തരാൻ പറഞ്ഞ് അങ്ങ് എന്നെ സഹായിച്ചോ? ഇല്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് കാളിയമ്മയോട് പറഞ്ഞു, സുപ്രസാദിയ 2 സെക്കൻഡ് കൊണ്ട് വയറുവേദന പോയി. ഭഗവാൻ പറഞ്ഞു, ചതിച്ചല്ലോ മേൽപ്പത്തൂരെ, നിനക്ക് പൂർവ്വജന്മത്തിൽ കുറേ പാവം ബാക്കിയുണ്ടായി, നീ അത് എൻ്റെ പുണ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ. നീ ഇവിടെ നിന്ന് പുസ്തകം കഴിഞ്ഞ് സമ്മതിച്ചു. ഇവിടെ നടക്കാൻ പറ്റാത്ത ഭക്തന്മാർ നീ ഒന്ന് കൈപിടിച്ച് കൊടുത്താൽ, എഴഞ്ഞു വന്ന് ഭക്തനെ കിടന്ന് നീ ഒന്ന് ഏതെങ്കിലും സഹായിച്ചാൽ, ഇവിടെ സദ്യ വിളമ്പ് നീ ഒന്ന് വിളമ്പി കൊടുത്താൽ, എന്തെങ്കിലും പുണ്യം നീ ചെയ്തോടാ. നീ അവിടെ നിന്ന് പുസ്തകം എഴുതി നിന്നു. അപ്പം നീ ആ പാപത്തിന് പരിഹാരമായിട്ട് സ്വപ്ന സഫറിങ് നടത്തിയാൽ നിനക്ക് ആ പാപവും തീർത്ത് പൂന്താനത്തിൽ ഞാൻ കൊണ്ടുപോയത് നിന്നെ ഉടനോട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാൽ നിനക്കൊരു വയറുവേദന. നീ അങ്ങ് സ്മാർട്ടായിട്ട് ഈ വയറുവേദന മാറ്റികളാണ്. അതുകൊണ്ട് നിനക്ക് ഈ 3 ജന്മം ഉണ്ടാവും. അടുത്ത ജന്മം നീ ഒരു മൂക്കം പാമ്പായിട്ട് ജനിക്കും. ഒരു ദിവസം നാട്ടുകാരുടെ തന്നെ തല്ലിക്കൊല്ലും. അന്ന് ആ ജന്മം കഴിയും. പിന്നെ നീ ഒരു കൂടത്ത് ചെടിയായി ജനിക്കും. ഒരു ദിവസം പൂജയ്ക്ക് ഇല കഴിയത്തില്ല. പൂജാരി വന്ന് എല്ലാ ഇലയും ഒരു പിടി പിടിച്ചാൽ പോകും. അപ്പോൾ നിന്റെ ആ ജന്മം കഴിയും. പിന്നെ നീ ഒരു വണ്ടിക്കാളയാവും. നിന്നെ വണ്ടിക്കാരൻ ചാത്താവ് കൂടുതൽ നെല്ലിയും കുറേ അടിയെ കഴിയും. ആ ജന്മം കഴിഞ്ഞ് നിനക്ക് ജന്മം കിട്ടും. അന്ന് നീ രക്ഷപ്പെടും. ഈ 3 ജന്മം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിനക്ക് വയറുവേദന. അപ്പോഴാണ് നീ സ്മാർട്ടായത്. ഈ മേൽപ്പത്തൂർ ബുദ്ധിമാനാണെങ്കിൽ പറയണ്ടേ, എൻ്റെ ഭഗവാനെ വയറുവേദന തിരിച്ചറിഞ്ഞെന്ന് പറയണ്ടേ. ഈ മണ്ടത്തന്നെ പറഞ്ഞില്ല. ഭഗവാനെ അപ്രശായി. അങ്ങനെ മേൽപ്പത്തൂരിന് 3 ജന്മം ഉണ്ടായിരുന്നു. മേൽപ്പത്തൂരിന് എഴുതിച്ചിരിക്കുന്നത്, വേറെ എഴുതിച്ചിരിക്കുന്നതല്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ഈ പാവപരിഹാരത്തിന് വേണ്ടി ദൈവം കഷ്ടപ്പാട് വരുമ്പം നമ്മൾ ക്ഷേത്രത്തിൽ പാർത്ത ദൈവം മാറ്റത്തില്ല. കാര്യം പറയാമോ, ഇനിയൊരു ജന്മം ഉണ്ടാകും. നമ്മൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ വന്നതാണ് ആ വയറുവേദന. അപ്പം ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി. 6ാമത്തത്, നമ്മളെ മോക്ഷത്തിൽ തടയുന്ന പൂർവ്വജന്മപാപം, പൂർവികരുടെ പാപം, ഇഹലോകത്തിലെ കർമ്മപാപം, ഇത് 3 കൂടെ കളയാൻ ഒരൊറ്റ മാർഗ്ഗം ഈ ഭൂമിയിലുള്ളൂ. അത് രാമേശ്വരത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. എപ്പോഴും അബ്ദുൽകലാമിൻ്റെ വീടിൻ്റെ ബാക്കിൽ കാണുന്ന ക്ഷേത്രം. അവിടെ പോയാൽ 22 കിണറുണ്ട്. ഓരോ കിണറ്റിലും 3 കുട്ടി വെള്ളം തലയിലൊഴിച്ചതിന് 3 മന്ത്രം ചൊല്ലും. അങ്ങനെ 66 മന്ത്രം ചൊല്ലിക്കതിന് ശേഷം ബേവബംഗാൾ ഇറങ്ങി ശരിക്കും മുങ്ങി കുളിച്ച ശേഷം പുറത്തു വന്ന് വസ്ത്രങ്ങളെല്ലാം ആർക്കെങ്കിലും ദാനം കൊടുക്കണം. പുതിയ വസ്ത്രം കൊടുക്കുന്ന കരയ്ക്ക് കയറണം. മോക്ഷം ഉറപ്പാണ്. 2007 എൻ്റെ ജാതകപ്രകാരം മരണം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ രാമേശ്വരം ക്രിസ്ത്യാനിയാണ് കുളിച്ചുപാത്രം ഞാൻ പോയി. ഞാനവിടെ സംസ്കൃതം അറിയാവുന്ന ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങ് രാമേശ്വരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. വരണോ? അയ്യോ പോകണമെന്ന് വലിയ ആഗ്രഹം. എന്നാ വാ, ഞാൻ 3 കൂടെ വരാമോ? അയാൾ സന്തോഷമായിട്ട് പെട്ടിയൊക്കെ ബാഗൊക്കെ റെഡിയാക്കി എൻ്റെ കൂടെ ഞാനവിടെ ഡെസ്കോസൊക്കെ ഇറങ്ങി വീണു. ഞാൻ പറഞ്ഞു, എനിക്ക് സംസ്കൃതം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന ഓരോ മന്ത്രവും നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിൽ എനിക്കും പറഞ്ഞു തരണമെന്നോ പുള്ളി വളരെ സന്തോഷമായിട്ട് വന്നു. അങ്ങനെ ഓരോ കിണറ്റിലും ഒരു തൊട്ടോടൊഴിക്കും മന്ത്രം, അടുത്ത തൊട്ടോടൊഴിക്കും മന്ത്രം, 3-ാമത്തെ തൊട്ടോടൊഴിക്കും മന്ത്രം, 66 മന്ത്രവും ഈ മനുഷ്യനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു തന്നു. 66 മന്ത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി മോക്ഷം ഉറപ്പാണ്. ആ 66 മന്ത്രമാണ് ഇരിക്കുന്നതെങ്കിൽ മോക്ഷം ഉറപ്പാണ്. പൂർവ്വ ഭാവം പോകും, ഗുരുവിയുടെ ഭാവം പോകും, ഈശ്വരത്തിലെ ഭാവം പോകും. അങ്ങനെ രാമേശ്വരം
2007 അക്കൗണ്ട് സെറ്റിൽ ചെയ്താണ്. ഇപ്പോൾ ആലോചിച്ചത് 2016 പാവം ബാക്കിയായി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നു. അന്നൊക്കെ വെച്ചിരുന്നെങ്കിൽ മോശം കിട്ടിപ്പോയതാണ്. അപ്പോൾ അക്കൗണ്ട് ഇനി ബാക്കി കിടക്കുന്നു. അപ്പോൾ ഈ 6 തരത്തിലാണ് മോക്ഷം പ്രാപിക്കുന്നത്. ഈ 6 തരത്തിലുള്ള മോക്ഷം പ്രാപിക്കുന്ന കഥകൾ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ യജ്ഞാചാരൻ ഇരുന്ന് ജ്ഞാനയജ്ഞത്തില കഥകൾ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും നമുക്കിതിലുള്ള വകുപ്പ് ഏതാണ്, ഏത് വകുപ്പ് നമ്മൾ സ്വീകരിക്കണം. അതങ്ങ് സ്വീകരിച്ചാൽ മോക്ഷം കിട്ടും. വളരെ എളുപ്പത്തിൽ വീട്ടിലിരിക്കുന്ന ഒരു ഗൃഹനായി ഇരിക്കുകയും ആ വീട്ടിനകത്ത് പുണ്യം ചെയ്യുകയും ഭിക്ഷക്കാർക്ക് ആഹാരം കൊടുക്കുകയും ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും മക്കളെ സന്തോഷിപ്പിക്കുന്നത് മോക്ഷം കിട്ടും. എന്നും പോണ്ട, ഒരു മുതലും പോണ്ട, വീട്ടിനകത്ത് ഒരു ഗൃഹനായി പറ്റും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മോക്ഷം. അപ്പോൾ പുരുഷനാണ് റോഡിലിറങ്ങി നടക്കും, പലരും മഴക്കൽ വരും, അങ്ങോട്ട് ചീത്ത വിളിച്ചു വരും. ഇപ്പം പാവം കൂടിയില്ലേ, ഗൃഹനായിക്ക് ഇല്ലാത്തൊരു പാവം. ഇങ്ങനെ ഓരോരുത്തർക്ക് അനുസരണമായ മോക്ഷപ്രാപ്തിക്കുള്ളത് ചെയ്യണം. ഇനി 7ാമതായി ഒരു ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ പോകുമ്പോൾ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആ ഭാഗവതത്തിൽ ആചാരങ്ങൾ ഉണ്ടായതിൻ്റെ കഥ പറയും. 1000ഓളം ആചാരങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത്. ഒരു 4 മാത്രം അവൈലബിളായ സമയം കൊണ്ട് പറയാം. ഹിന്ദുക്കളുടെ ആചാരം തുടങ്ങുന്നു ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ഒരു മനുഷ്യൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. വെളുപ്പിന് 4 മണിക്ക് ഉണരണം. എന്താണ് ഈ കാര്യം? ഡോക്ടർമാർ കണ്ടുപിടിച്ചിരിക്കുന്നു തലച്ചോറ് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പാക്കാലം 4 മണി 6 മണി വരെയാണ്. ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് A+ റാങ്കുകൾ കിട്ടുന്നത്. വെളുപ്പിന് 4 മണിക്ക് ഉണർന്നിട്ട് തലച്ചോറ് ഏറ്റവും ബുദ്ധിയുള്ള 2 മണിക്കൂർ മനുഷ്യൻ ഉപയോഗിക്കണം ജീവിത വിജയത്തിനുള്ള അത്യാവശ്യം. അതാണ് ഹിന്ദുക്കളുടെ ഭാഗവതം പറയുന്നത് ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പൊടിമത്തിന് പോകും. ഇതൊരു വിളിച്ചോ, ഇതൊരു പറ്റില്ല. ഹിന്ദു കട്ടലിൽ എഴുന്നേറ്റാൽ 10 വെള്ളം ഭൂമി തൊട്ട ഭൂമി ദേവിയോട് 8 മന്ത്രങ്ങളുണ്ട്. അല്ലയോ ഭൂമി ദേവി, നിന്നെ ചവിട്ടി ഞാൻ നടക്കുന്നത് എന്നോട് ക്ഷമിക്കുമാറാകണം. അല്ലയോ ഭൂമി ദേവി, നീ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ ജീവിക്കാൻ അനുവദിച്ച് ഞാൻ നന്ദി പറയുന്നു. 8 മന്ത്രം. എന്തോ ഈ സംഭവം? ഇന്ന് ഭൂമിയിലേക്ക് ബന്ധമില്ല. മനുഷ്യൻ്റെ ഓരോ അവയവം ഭക്ഷിക്കണമെങ്കിൽ ചെറിയ കറണ്ട് വേണം. നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മുടെ തലച്ചോറിനെ EEG മെഷീൻ കണക്ട് ചെയ്യും, ഇലക്ട്രോ എൻസലോഗ്രാഫ്. അവിടെ ഇലക്ട്രിക് വേവ്സിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ തലച്ചോറ് സ്ട്രോക്ക് ഒന്നും അപ്പോഴേ മനസ്സിലാക്കും. നെഞ്ചുവേദന ഒരാൾ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തെ ECG മെഷീനിൽ കണക്ട് ചെയ്യും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ആ ഇലക്ട്രിക് വേവ്സിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ അറ്റാക്ക് ഉണ്ടാകുന്ന ഡോക്ടറിന് മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും ചെറിയ മൈന്യൂട്ട് കർമ്മം. അപ്പം കോട്ടൺ മെത്തക്കെന്ന് പറഞ്ഞാൽ കോട്ടൺ പൂർ കണ്ടോട്ട് എലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ട് എന്ത് പറ്റും? കറണ്ട് കോൺസെൻട്രേഷനാണ്. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കോ സെൻട്രൽ ഉണ്ടാവും. ഭൂമിയിലെ ഹാർട്ട് അറ്റാക്കിൻ്റെ പകുതി ഉണ്ടാകുന്നത് വെളുപ്പിന് 4 to 8 വരെയാണ്. തലച്ചോറ് സ്ട്രോക്ക് പകുതി ഉണ്ടാകുന്നത് 4 to 8 വരെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭൂമിയിൽ തൊട്ടി 8 ശ്വാസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമുള്ള കറണ്ട് എർത്താവും. അതോടെ ഹാർട്ട് അറ്റാക്കിന് സെർവിക്കറിൽ നമ്മൾ രക്ഷപ്പെടും. ഇതാണ് കളി. അല്ലാതെ ഭൂമിയിൽ എല്ലാവരുടെ പ്രശ്നം. ഭൂമി സ്തോത്രമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളോട് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിക്കുമ്പോഴേ പുറത്തിറങ്ങാവൂ. ഹിന്ദുക്കൾ ഈ ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ പഞ്ചാംഗം നോക്കും. 6:10 സൂര്യോദയം. ശരി, 6:10 കള്ളവന്ന് പുറത്തിറങ്ങും. എന്നോട് ഈ സംഭവം നിങ്ങൾ 5 മണിക്ക് പുറത്തിറങ്ങിയാൽ കള്ളനോട് ഇരുമ്പോടികൾ ഇരിക്കൊണ്ട് ഒറ്റയായി തലയ്ക്ക് തരും. ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞ സ്വാഹ ചത്തു പുറത്തുകയാണ്. 5 മണിയാകുമ്പോൾ കള്ളന്മാരുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെടും. സൂര്യൻ ചത്തുന്നത് കള്ളനോടെ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ രാവിലെ 6 ഇറങ്ങണമെങ്കിൽ കള്ളങ്ങളുണ്ടാകും. അഥവാ കള്ളങ്ങൾ നിൽക്കിട്ട് കാണാമെന്നത് കവറെടുക്കാം. വനത്തിനടുത്തൊക്കെയാണ് ഈ സന്യാസിമാർ താമസിക്കുന്നത്. അവിടെ ഒരു 5 മണിയാകുമ്പോൾ ആന ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഇഷ്ടമൊക്കെ നിൽക്കും. ഇറങ്ങിക്കൊണ്ട് ചെന്നാലേ അരിക്കൊമ്പൊരു പിടിയും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് പറയാൻ പറഞ്ഞാൽ നമ്മൾ ആ കാട്ടു പോകും. പിന്നെ ഈ കടുവയും സിംഹവുമൊക്കെ കാടുകൊണ്ട് പുറത്ത് വരും. വീടിൻ്റെയൊക്കെ അടുത്തൊക്കെ ഒന്നുള്ള ആഹാരത്തിന് മണമുള്ള സ്ഥലത്ത് അതിങ്ങനെ നിൽക്കും. അപ്പോൾ വെളുപ്പക്കാലം 5 മണിക്ക് ഇറങ്ങി ചെന്നാൽ കടുവ ഒരു പിടിയും കുടിക്കും, ചത്തു പോകും. പക്ഷേ എല്ലാ മൃഗങ്ങളും 6 മണിയാകുമ്പോഴത്തേനും ആറ്റിലിറങ്ങി വെള്ളം കുടിച്ച് കാട്ടിലേക്ക് തിരിച്ച് കയറി പോകും. അത് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി അവർക്ക് നിയന്ത്രണം കൊടുത്തിട്ട് കളിയാണ്. അപ്പോൾ ഈ 6:10 നമ്മൾ സൂര്യദിക്കുമ്പോൾ പുറത്തിറങ്ങിയാൽ കള്ളന്മാരിൽ രക്ഷപ്പെടാം, വന്യമൃഗങ്ങളിൽ രക്ഷപ്പെടാം. ഇവിടെയാണ് അതിൻ്റെ അത്ഭുതം. 6:10 പുറത്തിറങ്ങിയാൽ നേരെ കൃഷ്ണതുളസി തലയിൽ ചെന്നിട്ട് 4 കൃഷ്ണതുളസി ഇല വായനയുടെ ചാത്തന് പിന്നെ എന്താണ് കൃഷ്ണതുളസി?
കൃഷ്ണവസ്തുക്ക് രോഗങ്ങളെ, പനിയെയും കഫത്തെയും ചുമയെയും നേരിടാൻ കഴിവുണ്ട്. നമുക്ക് പനി വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃഷ്ണവസ്തു കപ്സറപ്പ് കുഴിയും. എന്താണ് ഈ കൃഷ്ണവസ്തു കപ്സറപ്പ്? ഈ ഇല പിഴിഞ്ഞുണ്ടാക്കി ചാറിനകത്ത് ഇച്ചിരി പഞ്ചാര ഇച്ചിരി കളർ ഇടുന്നതാണ് കപ്സറപ്പ്. ഇതിനകത്ത് 100 രൂപകളല്ല, 4 ഇലയിൽ തിന്നാൻ പറയാം. പിന്നെ കൃഷ്ണവസ്തുവിൻ്റെ ഇലകൾക്ക് ഡയബറ്റീസിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, മൂത്രത്തെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഒരു 4 കൂളത്തല പറിച്ചേക്കണം. ഇതാണ് ഈ കൂളത്തല. പരമശിവന്റെ ക്ഷേത്രങ്ങളിൽ പരമശിവൻ ഉഗ്ര പോവുകയാണ്. അതായത് കോപം തണുപ്പിക്കാൻ വേണ്ടി കൂളത്തല ഉപയോഗിച്ചാൽ പൂജ ചെയ്യുന്നത്. എന്താണ് ഈ കോപം? BP കൺട്രോളാണെങ്കിൽ കോപം വരും, BP കൺട്രോളാണെങ്കിൽ ദേഷ്യം വരത്തില്ല. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നുണ്ടാക്കുന്നത് കൂളത്തലയിൽ നിന്നാണ്. അപ്പോൾ ഈ ഭക്തരായ ഹിന്ദുക്കൾക്ക് BP ഉണ്ടാകാതിരിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് ഇതിൻ്റെ പരിപാടിയാണ്. പരമേശ്വരന്റെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാൻ വേണ്ടി കൂളത്തിൽ ഉപയോഗിക്കുന്നു. ഭക്തർക്ക് അത് നിവേദ്യത്തിൻ്റെ കൂടെ കൊടുക്കും. ഭക്തർ തിന്നുമ്പോൾ ആ ആളിൻ്റെ BP കൺട്രോൾ ചെയ്യാൻ, വഴക്കം വെട്ടം ഉണ്ടായിരിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ പരിപാടിയാണ് ഈ കൂളത്തിലുള്ള പരമേശ്വരനെ പൂജിക്കുന്നത്. അപ്പോൾ ഈ കൂളത്തിലുള്ള നാളെ നമ്മൾ തിന്നാൽ നമ്മുടെ BP കൺട്രോളാവും. അപ്പോൾ ഡയബറ്റീസും BPയും കൺട്രോളായി പനിയില്ലാതെ ജീവിക്കാൻ, കഫവും മൂക്കളൊന്നുമില്ല ജീവിക്കാൻ ഉള്ള പരിപാടിയാണ് ഈ 4 കൂളത്തലയിൽ 4 കൃഷ്ണമൂർത്തിയിലെ. അത് കഴിഞ്ഞ് യോഗാസനം 4 ആസനം ചെയ്യണം, ആരോഗ്യത്തിന് വളരെ നല്ലത്. പിന്നെ സൂര്യ നമസ്കാരം ചെയ്യണം. 32 വ്യായാമങ്ങൾ ചെയ്യുന്നൊരു വ്യായാമമാണ്. സൂര്യ നമസ്കാരം ചെയ്യാതെ വ്യായാമം കിട്ടാത്ത ഒരു മസിലുമില്ല, ഒരു സന്ധിബന്ധവുമില്ല, ഒരു ചർമ്മ മനുഷ്യ ശരീരത്തിലില്ല. പിന്നെ ഉദിച്ചുയർന്ന സൂര്യൻ്റെ രശ്മികൾക്ക് രോഗാണുക്കളെ കൊണ്ടുള്ള കഴിവുണ്ട്. അപ്പോൾ നിൽക്കണ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യരശ്മികൾ ശരീരത്തിലേക്ക് നമ്മുടെ രോഗാണുക്കൾ ചാവുന്നു. പിന്നെ പകുതിയോളം രോഗം നമുക്ക് ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജാണ്. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ വൈറ്റമിൻ ഡി ഫോം ചെയ്യും. അല്ലാതെ സൂപ്പർ ബോട്ടും ഞെക്കി കയ്യിലെല്ലാം ഇപ്പോൾ പോയാൽ വൈറ്റമിൻ ഡി ഉണ്ടാവില്ല, ആപ്രേഷനിൽ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് മനുഷ്യനെ രക്ഷിക്കാവുന്ന മാർഗമാണ് സൂര്യ നമസ്കാരം. അത് കഴിഞ്ഞ് കഴിവുള്ളവർ ഒരു ശീർഷാസനം ചെയ്യണം. എന്താണ് ശീർഷാസനം? കുത്തിയുത്തരം നിൽക്കാൻ. മനുഷ്യൻ നേരെ ഇരുകാല പരമായിട്ട് നടന്നു പോയാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള രക്തം ശരീരത്തിലൂടെ താഴേക്ക് പോകും. പിന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഗ്രാവിറ്റിയെ എതിരിട്ടുകൊണ്ടുള്ള രക്തം മേപ്പോട്ട് വരാൻ. അപ്പോൾ തലച്ചോറ് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ്. പക്ഷേ മനുഷ്യൻ ശീർഷാസനം ചെയ്യുമ്പോൾ തലച്ചോറ് താഴെയും ഹാർട്ട് മുകളിലാണ്. പമ്പ് ചെയ്യുന്ന ഓക്സിജനിലൂടെ നേരെ തലച്ചോറിക്കത്. നമ്മുടെ കുത്തിവെപ്പിക്കുള്ള പരിപാടിയാണ് ഈ ശീർഷാസനം. സ്ത്രീകൾ ടൈറ്റ് വെച്ചിട്ടുള്ള ചെയ്യാം, സാരി എടുത്തൊന്നും ശീർഷാസനം ചെയ്തുള്ള ഏതായാലും ലോകത്തുള്ളത് നല്ല കാഴ്ചയായിരുന്നു. അത്രയും മാത്രം സ്ത്രീകൾ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ് ഭക്തൻ നടന്ന് അമ്പലത്തിൽ വരികയാണ്. വരുമ്പോൾ ആദ്യം മിറ്റം നിൽക്കുന്ന ആൽമരത്തിന് 7 തവണ പ്രദക്ഷിണം ചെയ്യണം. എന്താണ് ഈ ആൽമരം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. രണ്ടാമത് ഓക്സിജൻ ഉണ്ടാക്കുന്നത് വേപ്പ് മരമാണ്. മൂന്നാമത്തെ കൃഷ്ണതുളസി. പഠിക്കുന്ന കുട്ടികളുടെ പഠനമുറിക്ക് അടുത്തങ്ങാണ് ആൽമരത്തിൻ്റെ അവിടുന്നോ വേപ്പ് മരത്തിൻ്റെ അടുത്തുനിന്നോ കാറ്റ് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കായിരിക്കും. ഈ ഓക്സിജൻ വരുന്ന കാരണം. ബുദ്ധഭഗവാൻ ബോധമുണ്ടായപ്പോഴാണ് ബുദ്ധഭഗവാൻ ആത്മത്തിൽ ജീവിതത്തിൽ നമ്മൾ ബോധതയുണ്ടായി. കാര്യം ഈ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചപ്പോൾ ബുദ്ധൻ്റെ തലച്ചോറ് നല്ല ശരിക്കും വർക്ക് ചെയ്തു. പക്ഷേ ആൽമരം വീട്ടിൻ്റെ വിട്ടത്തിൽ വെക്കാൻ പറ്റത്തില്ല. അത് ആൽമരത്തിൻ്റെ വേര് 200 മീറ്റർ വരെ പോകും. അത് നമ്മുടെ വീടിന് അടിയിലോട്ടോ വെയിൽ കയറിയാൽ നമ്മുടെ മൊസൈക്ക് മാറുമ്പോൾ പൊട്ടിച്ചാൽ മേളിൽ കയറി വരും. നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലോട്ടാണെങ്കിൽ കയറുന്നെങ്കിൽ ഭിത്തി ഊട്ടിച്ചങ്ങ് പുറത്ത് കളയാം. ഒരു ക്ഷേത്രം പണിയുമ്പോൾ ക്ഷേത്രം ഒരടി വണ്ണമുള്ള പാറ വെച്ചിട്ട് ക്ഷേത്രം പണിയാൻ പറ്റുള്ളൂ. ഈ ഒരടിയുള്ള പാറ പലതും മേൽപ്പിളി കയറാൻ ആൽമരത്തിന് കയറുന്ന പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ വിട്ട് താല് വെക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ വിട്ട് താല് വെച്ചിരിക്കണം. അപ്പോൾ ആൽമരത്തിന് 7 പ്രദക്ഷിണം ഓക്സിജൻ ശരിക്കും കിട്ടും. അപ്പോൾ ഒരു 10 അടി നീളം വീടുള്ള ബെഡ്റൂമിലാണ് ഒരാൾ കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ രാത്രി 2 മണിയാകുമ്പോഴേ ഓക്സിജൻ മുഴുവൻ വീട് നമ്മൾ പിന്നെ കാർബൺ സിസ്റ്റത്തിൽ കിടക്കാൻ ഭയങ്കര രോഗമുണ്ടാകും. 20 അടി നീളം വീടുള്ള ബെഡ്റൂം ഉണ്ടെങ്കിലേ നേരം വെളുത്തുമ്പോൾ ഓക്സിജൻ കിട്ടുള്ളൂ. അതാണ് ഇവിടെ ഓക്സിജൻ നിറയ്ക്കാനുള്ള പരിപാടി. പിന്നെ ക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠയും എത്ര പ്രതിഷ്ഠം ചെയ്യണം ഹിന്ദുവിന് കറക്റ്റ് കണക്കാണ്. പരമശിവനെ 3 തവണ വലം വെക്കണം. വിഷ്ണു ഭഗവാനെ 4 തവണ വലം വെക്കണം. ഭഗവതിയെ 4 തവണ വലം വെക്കണം. പക്ഷേ ഗണപതി ഭഗവാനെ ഒറ്റ തവണ വലം വെക്കാവും. രണ്ടാമത് വലം വെക്കാൻ പോയാൽ ഗണപതി ദേഷ്യപ്പെടും. ഗണപതി ഭഗവാൻ ഒറ്റ ചാട്ടത്തിന് പരമശിവനെ പാർവതിപ്പിച്ച് താഴെ വന്ന ആളാണ്. ഒരു ചുറ്റും വളരെ സന്തോഷം. രണ്ടാമത് ആരുടെ സന്നിധി എന്ന് പറയും വിഘ്നേശ്വരനെ പിണക്കികളായിരുന്നു.
പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആകെ പ്രശ്നം 24 ക്രോസ് ചെയ്യാൻ പാടില്ല. ബാൻബർത്ത് കമ്പൽസറി, പിന്നെ 17 ദിവസത്തിനും കൂടെ പോസിബിൾ ഉള്ളൂ. അപ്പോൾ 6 ദിവസം ചെയ്യണം കൃത്യമായി നിശ്ചയിച്ച് 24 പ്രശ്നം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എന്താണ് സംഭവം? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം കിട്ടാൻ 300 മീറ്റർ മനുഷ്യൻ നടക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിൽ പോയി 24 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 500 മീറ്റർ നമ്മൾ കഴിഞ്ഞു. ആ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം കിട്ടും. 2, പകൽ സമയത്ത് ക്ഷേത്രത്തിൽ വരുന്നത് ശുദ്ധ മനസ്കരാണ്. യാത്രക്കള്ളന്മാരൊക്കെ വരും. പോസിറ്റീവ് ഉണ്ടായ ആൾക്കാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നത്. അവരെ കാണുമ്പോൾ എന്തൊക്കെ ചേച്ചി വിശേഷമൊക്കെ, മോനെ എത്ര കിട്ടിയല്ലേ, സന്തോഷം. ആ പോസിറ്റീവ് മൈൻഡായ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിറയും. ആ പോസിറ്റീവ് എനർജി ആ മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ വളരെ വളരെ ആവശ്യമാണ്. ഇനി നമ്മൾ 24 വർഷം കഴിഞ്ഞ് ദേവൻ്റെ അടുത്ത് ചെന്ന് തൊഴും. എന്താണ് ഈ തൊഴുന്നത്? ഭഗവാനെ, നീ ആകുന്ന വലുതുകയും ഞാനാകുന്ന ഇടതുകയും ഒന്നാണേ എന്നാണ് നമസ്കാരം. ഞങ്ങൾ ക്രിസ്ത്യാനികളെ കുറിച്ച് വരും, മുസ്ലിങ്ങൾ നിസ്കരിക്കും, ഹിന്ദുവിനോട് കറക്റ്റാണ്, അദ്വൈതമാണ് കാണിക്കുന്നത്. നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ നമസ്കാരം, നീ ഞാൻ ഒന്നാകണ്ട, എനിക്ക് ആപ്പൊന്നും വെച്ചേക്കലട, എന്നാണ് ഈ നമസ്കാരം. നമസ്കാരം ചെയ്ത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പൂജാരി നിവേദ്യം കഴിക്കും. ആ നിവേദ്യം സമ്പൂർണ്ണ ആഹാരമാണ്. അവർ മലരെ കൂടത്തല എല്ലാവരും കൊണ്ടുവരാണ്. അമ്പലത്തിൽ ചെന്ന പാൽപ്പായസം കിട്ടും. ഒരു ഗ്ലാസ് പാൽപ്പായസം കുടിക്കാൻ എല്ലാ വൈറ്റമിനും അതിനകത്തുണ്ട്, എല്ലാ പ്രോട്ടീനും ഉണ്ട്, എല്ലാ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, എല്ലാ ഫാറ്റും ഉണ്ട്. ഒരു വൈറ്റമിനും കഴിക്കണ്ട, ഒരു വിപ്ലവസോത്തെ കഴിക്കണ്ട, ഒരു കടക്സനും കഴിക്കണ്ട, കംപ്ലീറ്റ് കഴിക്കണ്ട. ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ ഉണ്ണിയപ്പം കിട്ടും. 2 ഉണ്ണിയപ്പം തിന്നാൻ ഒരു ദിവസത്തേക്ക് ആവശ്യമില്ല. വൈറ്റമിനും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്. ലോകത്തിൽ പല രാജ്യങ്ങളിലും പട്ടണങ്ങളുണ്ടാവും. എത്യോപ്യയിലുണ്ടാവും, സോമാലിയുണ്ടാവും, നൈജീരിയയിലുണ്ടാവും. ഇന്ത്യയിൽ പട്ടണങ്ങളുണ്ടാവില്ല. കാര്യം എന്താണ്? ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു മനുഷ്യൻ വിശന്നിട്ട് പുറത്തു പോകാറില്ല. വിശന്നിട്ട് പുറത്ത് പോയാൽ ആ അമ്പലത്തിൽ തൊഴുന്ന മുഴുവൻ ഭക്തന്മാർക്കും ദോഷമാണ്. അപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ആഹാരം കൊടുക്കും. അപ്പോൾ ആഹാരത്തിന് വെജിറ്റബിൾസും അരിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന പുണ്യം, അത് കുക്ക് ചെയ്യുന്ന പുണ്യം, അത് വിളമ്പി കൊടുക്കുന്ന പുണ്യം, അത് ഭക്തൻ കഴിക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കുന്ന പുണ്യം, ഭക്തർക്ക് 4 പുണ്യം. വിശക്കുന്നവനോ ഒരു രീതിയിലും കൂലി ചെയ്ത് പൈസ കിട്ടുന്നില്ല. അവരുടെ വിശപ്പ് മാറാൻ ഈ ക്ഷേത്രത്തിലെ ആഹാരമാണ് ഭാഗം. നമ്മുടെ രാഷ്ട്രീയമായ മഹാത്മജി പറയുന്ന പോലെ പട്ടിണി ഇറക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പമായിട്ടാണ്, ഭക്ഷണമായിട്ടാണ്. അവൻ ഈശ്വരനെ കാണുന്നു ആ ഭക്ഷണത്തിൽ. അതുകൊണ്ട് ഇന്ത്യയിലെ 95 ലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിൽ പട്ടിണി കൊണ്ടുണ്ടാവുക രക്ഷിക്കുന്നത്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ പൊടി തട്ടി കാറൊക്കെ എബൌട്ട് ടൈം. ഇതൊരു പറ്റുമോ? ഇതൊരു പറ്റില്ല. ഹിന്ദു പോകുന്നതിന് മുമ്പ് ദേവനോട് യാത്ര ചോദിക്കണം. എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചൊരു പ്രാർത്ഥനയാണ് നിങ്ങളാ പ്രാർത്ഥിക്കുന്ന ഫെയർവെൽ പ്രാർത്ഥന. ഞാൻ ആ പ്രാർത്ഥന ദിവസം പള്ളിയിൽ പോകുമ്പോൾ ആ പ്രാർത്ഥന ഞാൻ ചൊല്ലും. നിങ്ങൾ ദേവാനെ വിളിച്ച് പറയുന്ന പ്രാർത്ഥന ഞാൻ യേശുവിനെ വിളിച്ചാൽ പറയുന്നത് മാത്രം വ്യത്യാസമുള്ളൂ. എന്തെങ്കിലും തിരിച്ചെന്ന് ദേവനെ തൊഴിൽ ശേഷം പറയും, ദേവാ ദേവി ഞാൻ പോവാണ്, ഇനി ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ തൊഴാമെന്നോ എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ 3 കാര്യം ചോദിക്കാണ്, തന്നേ പറ്റൂ. ഇംഗ്ലീഷ് പറഞ്ഞ നോട്ട് നെഗോഷ്യബിൾ. തരാണോ വേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കാൻ പാടില്ല. 3 തന്നേ പറ്റൂ. എന്തൊക്കെയാണ് എനിക്ക് ചോദിക്കുന്നത്? അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തായിരിക്കണം. പോകുന്നവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കിടന്ന് പടച്ചോടും ചാവരുത്. ക്യാൻസർ ഒന്ന് കട്ടുപിടിക്കുന്നത് അയ്യോ 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 വിട്ടൊന്നും ചാവരുത്. ഞങ്ങളുടെ വേദോസത്ത് പറയും, നീതിമാന്റെ മരണം ഉറക്കം പോലെ. രാത്രി ഉറങ്ങുന്നത് രാവിലെ 10 തൊഴിൽ പോകുന്നതാണ് ക്രിസ്ത്യാനിയുടെ വേദോത്സവം. ഇത് തന്നെയാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, അനായാസേന മരണം. ഞാൻ ഓൺലൈൻ ജോലിയുടെ കമ്മീഷൻ പറയുന്നു. അവിടെ ചോദിച്ചു എങ്ങനെയുള്ള മരണം നിങ്ങൾക്ക് വേണം? തപ്പത് ഉത്തരം വരും. ഹാർട്ട് അറ്റാക്ക്. എന്തോ കാര്യം? തപ്പതൊന്നും പോകില്ല സാറേ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകാമല്ലോ. ഇതിൻ്റെ പ്രാർത്ഥനയാണ് അനായാസേന മരണം. രണ്ടാമത് ചോദിച്ചത് എന്താണ്? വിനാ ദൈനംദിന ജീവിതം. ഇനി മരണം വരെ ദൈന്യാവസ്ഥ ഉണ്ടാകുന്നത്. നടക്കാൻ വയ്യ, 2 പേരെ തോളെ പിടിച്ചോടെ നടക്കാൻ പറ്റും. ചോറ് ഉള്ളപ്പോൾ തിന്നാൻ വയ്യ, കൊച്ചുമക്കളൊന്നും വെള്ളത്തിൽ വായിലോട്ട് വെക്കുകയായി തിന്നാനായിട്ട് എന്തൊരു ഗതികേടാണ് വയ്യ. പിന്നെ മോൻ്റെയോ മരുമോടെയോ ശമ്പളത്തിൽ ജീവിക്കുക. എൻ്റെ അമ്മ ഇതുപോലെ ഗതികടി പോലും ഇല്ല. ഞാൻ പൊളിച്ചു ദിവസമായിട്ട് പല വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ് വിനാ ദൈന്യതേ ജീവിതം. ശാരീരികമായ ആരോഗ്യമില്ലാതെയോ ധനപരമായ കഷ്ടപ്പാടുകൊണ്ടോ ദൈന്യ അവസ്ഥയിൽ കുറ്റക്കാരനായിട്ട് എന്നെ മരണം വരെ ആക്കിക്കളയുന്നു. വിനാ ദൈന്യതേ ജീവിതം. മൂന്നാമത് ഹിന്ദു ചോദിക്കുകയാണ് ദേഹീനയും ഹൃദയാവും വിഷ്ണോ ത്വയീ ഭക്തി അരഞ്ജനം. ദേഹമല്ല ദേഹി, എൻ്റെ ആത്മാവ് ഭഗവാനെ കൃപയൊക്കെ ഞാൻ കാര്യം ചോദിക്കുകയാണ്. ത്വയീ ഭക്തി അരഞ്ജനം. മരിക്കുന്നവർ ഞാൻ തന്നെ വളർത്തോളാം. മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ആത്മാവ് അങ്ങയുടെ മുമ്പിൽ ഭക്തിയായി നിൽക്കാൻ ഇടയാവണം. എന്നുള്ളത് എന്താണ്? മോക്ഷം കിട്ടുക. മോക്ഷം കിട്ടാതെ എന്ത് ചെയ്യും? അവന് ടെമ്പററി നരകത്തിൽ പോയി ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് ചാവും. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കണം. ഒരാൾക്ക് പറഞ്ഞാൽ മരണാനന്തരം തവ ദർശനം. എന്തൊരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. മക്കളെ IAS ആക്കാൻ പറഞ്ഞാൽ, കാഞ്ഞിരപ്പള്ളി 500 ഏക്കർ എസ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞാൽ, ലോകത്തിലേക്ക് സുന്ദരിയാക്കണമെന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ. ഈ 3 കാര്യങ്ങൾ കിട്ടിയാൽ ജീവിതം സാർത്ഥകമാണ്. അതാണ് ഹിന്ദു ക്ഷേത്രത്തിൽ ഒന്ന് യാത്ര ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ ഓരോ പ്രാർത്ഥനയെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എന്തൊരു അർത്ഥം എന്ന് പറയുന്നത് ഓരോ പ്രാർത്ഥന നമ്മൾ ഋഷിമാർ എഴുതി ഉണ്ടാക്കിയതാണ്. ഓരോ ആചാരം എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവന്മാരെ വനവാസത്തിൽ കാണണം. യുധിഷ്ഠിരന് പത്തനംതിരിക്കുക. ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു, എന്താ യുധിഷ്ഠ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാനായിട്ട് നീ ചെയ്യാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്തോ? അതിന് ചിന്ത ഇന്നത്തെ പ്രത്യേകത. ഇന്ന് നാഗപഞ്ചമിയാണ് യുധിഷ്ഠിര. നിനക്ക് നാഗാതെ എന്താണെന്നറിയാമോ? നാഗപഞ്ചമി എന്താണെന്നറിയാമോ? യുധിഷ്ഠിരന് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിൽ ഒരു ചാപ്റ്റർ ക്ലാസ്സാണ്. ആരാണ് നാഗരാജാവിനെ എങ്ങനെ പൂജിക്കണം, നാഗപഞ്ചമിക്ക് എന്തെല്ലാം ചെയ്യണം, കൃത്യമായൊരു ക്ലാസ്സാണ്. അതിനേക്കാൾ സുന്ദരമായ ക്ലാസ് നാഗപൂജയെ പറ്റി എവിടെയെങ്കിലും കാണാമോ? ഭാഗവതത്തിലുള്ള ആ ക്ലാസ്സിനെ കാണാം. രാമായണം എഴുതിയ വാൽമീകി മഹർഷി യുധിഷ്ഠിരനെ കാണാമോ? രാജാവാണ്. ഇയാളെന്തോ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കപ്പലൊന്നുമില്ല, വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി ചോദിച്ചു, രാജാവായ അങ്ങ് ഈ 5 മണി സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ യുധിഷ്ഠിര? നീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ? യുധിഷ്ഠിരൻ എന്താ ഇന്നത്തെ പ്രത്യേകത? അന്ന് പഞ്ചാംഗം കൊണ്ട് ആരെയും ഇയാൾക്ക് ഇതൊന്നും അറിഞ്ഞതാണ്. വാൽമീകി പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്. ആരാണ് പരമശിവൻ നിനക്കറിയാമോ? ശിവരാത്രി എന്താ ചെയ്യുന്നത് നിനക്കറിയാമോ? ഓരോ പൂജയുടെ അർത്ഥം നിനക്കറിയാമോ? വാൽമീകി മഹർഷി മഹാഭാരത അധ്യായം മുതൽ യുധിഷ്ഠിരൻ ക്ലാസ് എടുക്കുകയാണ്. ആരാണ് പരമശിവൻ? പരമശിവനെ പൂജിക്കേണ്ടത് എങ്ങനെയാണ്? ശിവരാത്രി എന്താണ്? ശിവരാത്രിയുടെ പൂജാരീതികൾ എന്താണ്? ഉഗ്രൻ ക്ലാസാണ്. ഹിന്ദുക്കളുടെ 1000 ആചാരങ്ങളും പഠിക്കപ്പെടേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ട 4 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ആചാരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയത് ആചരിക്കുമ്പോൾ ഭാഗവത സപ്താഹം കഴിഞ്ഞ് പോകുന്ന നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ജീവിതത്തെപ്പറ്റി കാഴ്ചപ്പാട് കിട്ടും. ആ കാഴ്ചപ്പാടുകൂടി ജീവിക്കാൻ പറ്റിയിരിക്കണം. അതുകൊണ്ട് ഭഗവതിയെ സുന്ദരിയായ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായി ചിത്രീകരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ഈ മഹത്തായ ക്ഷേത്രം, പാട്ടമ്പലക്കൽ ക്ഷേത്രം. ആ വലിയ ക്ഷേത്രത്തിൽ 24 മണിക്കൂറും പാട്ടുകൾ കൊണ്ട് ശബ്ദം മുഖരിതമായി ഭഗവതിയെ ആരാധിച്ചു വരുന്നു. അങ്ങനെ പാട്ടമ്പലയുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് പാട്ടമ്പലക്കൽ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിന് പേര് വന്നത്. ആ മഹത്തായ ക്ഷേത്രത്തിൽ വരാനും ഭഗവതിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദേവി ഭാഗവതത്തിൽ പ്രസംഗിക്കാനും കിട്ടിയ അവസരം ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ദേവി ഭാഗവത ജ്ഞാനത്തിന് കഴിഞ്ഞ് 7 കാര്യങ്ങളും നേടിയവരായി ഈ നാടിനെയും നിങ്ങളുടെ കുടുംബത്തെയും മഹത്തരമാക്കി തീർക്കാൻ എല്ലാ ഭക്തർക്കും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.